നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 3ാം സെമസ്റ്റർ MA മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മാധ്യമ പഠനം എന്ന പേപ്പറിലെ ബ്ലോക്ക് 4 നെറ്റ്വർക്കും മാധ്യമങ്ങളും ഡിജിറ്റൽ പൊതുമണ്ഡലവും എന്നതിലെ യൂണിറ്റ് 5 ആണ്. അപ്പൊ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് വൈറൽ ഉള്ളടക്കത്തിന്റെ വളർച്ചയെ കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു പദാണെന്ന് വൈറൽ. ആ പാട്ട് വൈറലായി, അല്ലെങ്കിൽ ആ വീഡിയോ വൈറലായി എന്നൊക്കെ ഉള്ളത് അല്ലെ. വൈറൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന്റെ ഒരു നിർവചനം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. ഈ സമൂഹ മാധ്യമങ്ങളുടെ വരവോടെയാണ് വൈറൽ എന്ന പദം ഡിജിറ്റൽ മേഖലയിൽ സജീവമായി തുടങ്ങിയത്. ഒരു കലാസൃഷ്ടിയോ അല്ലെങ്കിൽ പുതിയ ആശയങ്ങളോ പ്രവണതകളോ സംഭവങ്ങളോ മനുഷ്യ സമൂഹത്തിൽ പ്രചരിക്കുന്നതിനെയാണ് നമ്മൾ വൈറൽ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഡിജിറ്റൽ യുഗത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാട്ടുതീ പോലെ പടരുന്ന സന്ദേശങ്ങളും വീഡിയോകളും ക്ലിപ്പുകളും അടങ്ങുന്ന വൈറൽ ഉള്ളടക്കത്തിന്റെ പ്രജനന കേന്ദ്രമായിട്ട് ഇന്ന് ഇന്റർനെറ്റ് മാറിയിരിക്കുന്നു. ഇനി വൈറൽ ഉള്ളടക്കത്തിന്റെ പരിണാമത്തെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോക്കാനുണ്ട്. ഇമെയിൽ ശൃംഖലകളും അതുപോലെ തന്നെ ഫോർവേഡ് ചെയ്ത സന്ദേശങ്ങളും ഇന്നത്തെ സോഷ്യൽ മീഡിയ ഷെയറുകളുടെയും റീട്വീറ്റുകളുടെയും മുൻഗാമികളായിട്ട് വർത്തിക്കുന്ന വൈറൽ ഉള്ളടക്കം എന്ന ആശയം ഇന്റർനെറ്റിന്റെ ആദ്യ നാളുകൾ മുതലുള്ളതാണ്. സാങ്കേതിക വിദ്യ വികസിക്കുകയും ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമുകൾ ജനപ്രീതി നേടുകയും ചെയ്തതോടുകൂടി ഉള്ളടക്കത്തിന്റെ വ്യാപനം വേഗത്തിലാവുകയാണ് ചെയ്തത്. തമാശ നിറഞ്ഞ തീമുകളും അതുപോലെ തന്നെ ഹൃദയസ്പർശിയായ കഥകളും മുതൽ ഞെട്ടിപ്പിക്കുന്ന സ്റ്റണ്ടുകളും രാഷ്ട്രീയ കമന്ററിയും ഉൾപ്പെടെയുള്ള വൈറൽ ഉള്ളടക്കം ഓൺലൈൻ പ്രേക്ഷകരുടെ വൈവിധ്യമാർന്ന താല്പര്യങ്ങളും മുൻഗണനകളും പ്രതിഫലിപ്പിക്കുന്ന വ്യത്യസ്ത വിഭാഗങ്ങളും പ്രതിപാദ്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. ഇനി ഈ വൈറൽ സന്ദേശങ്ങളുടെ 1-2 ഉദാഹരണങ്ങൾ കൂടി നമുക്ക് നോക്കണം. 2ാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു പ്രചോദനാത്മക മുദ്രാവാക്യമായി സൃഷ്ടിച്ച ശാന്തത പാലിക്കുക, തുടരുക എന്ന പോസ്റ്റർ ഒരു വൈറൽ സന്ദേശത്തിന്റെ പ്രതീകാത്മക ഉദാഹരണമായിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ നമ്മള് ഇപ്പൊ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് നിർധനരായ രോഗികളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് മരുന്നിന് പൈസ സമാഹരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ബിരിയാണി ചലഞ്ച് നടത്തുക, അതുപോലെ തന്നെ പായസ ചലഞ്ച് നടത്തുക എന്നൊക്കെ ഉള്ളത് അല്ലെ. അങ്ങനെയുള്ള ഒരു ചലഞ്ചിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ALS ഐസ് ബക്കറ്റ് ചലഞ്ച്. ഈ ALS ഐസ് ബക്കറ്റ് ചലഞ്ച് എന്താന്ന് നമുക്ക് നോക്കാം. 2014 വൈറലായ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആണ് ALS ഐസ് ബക്കറ്റ് ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ വ്യക്തികൾ അവരുടെ തലയിൽ ബക്കറ്റുകളിലെ ഐസ് വെള്ളം വലിച്ചെറിയുകയും മറ്റുള്ളവരെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യാണ് ചെയ്തത്. രാഷ്ട്രീയക്കാർ, അതുപോലെ തന്നെ കായിക താരങ്ങൾ എന്നിവർ ചേർന്ന് അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഈ ചലഞ്ചിനെ ഉയർത്തി. ALS ഐസ് ബക്കറ്റ് ചലഞ്ച് വഴി ദശലക്ഷക്കണക്കിന് ഡോളർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സ്വരൂപിക്കുക മാത്രല്ല, കൂട്ടായ പ്രവർത്തനങ്ങളെ അണിനിരത്താനും അർത്ഥവത്തായ മാറ്റത്തിന് വഴിയൊരുക്കാനുമുള്ള വൈറൽ ഉള്ളടക്കത്തിന്റെ ശക്തി പ്രകടമാവുകയും ചെയ്തു. ഇനി വൈറൽ ഉള്ളടക്കത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. ഈ വൈറൽ ഉള്ളടക്കത്തിന്റെ വർദ്ധിച്ചു വരുന്ന അവസ്ഥ, അതുപോലെ തന്നെ ആധികാരികത, വിശ്വാസ്യത, ഓൺലൈൻ ആശയവിനിമയത്തിന്റെ ധാർമ്മികത എന്നിവയെ കുറിച്ചിട്ടുള്ള സുപ്രധാനമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. എല്ലാ വൈറൽ സന്ദേശങ്ങളും ദോഷകരമല്ല. ചിലത് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയോ ദോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഗ്ലോബൽ വില്ലേജ്. നമ്മൾ കഴിഞ്ഞ ഒരു ടോപ്പിക്കിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി ഗ്ലോബൽ വില്ലേജിൽ നിന്ന് ഡിജിറ്റൽ പൊതുമണ്ഡലത്തിലേക്കുള്ള ആ ഒരു മാറ്റത്തിനെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാനുള്ളത്. ഒരു നിർദ്ദിഷ്ട ദേശീയ രാഷ്ട്രത്തിനുള്ളിൽ വ്യക്തികൾക്ക്
ചില അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും നൽകുന്ന നിയമപരമായ പദവിയാണ് നമ്മൾ പൗരത്വം എന്ന് പറയുന്നത്. ഈ പൗരത്വം എന്ന് പറയുന്ന ആശയം കാലക്രമേണ വികസിച്ചു വന്ന ഒന്നാണ്. സാങ്കേതിക മുന്നേറ്റങ്ങളും സാമൂഹിക ഘടനയിലെ മാറ്റവും കൊണ്ട് രൂപപ്പെട്ടതാണ്. മാർഷൽ മക്ലൂഹാൻ വഴി പ്രചാരം നേടിയ ആഗോള ഗ്രാമം എന്ന് പറയുന്ന ആശയം, ഈ 1960കളിൽ അവതരിപ്പിക്കപ്പെട്ട ഈ ആഗോള ഗ്രാമത്തെ കുറിച്ചുള്ള മാർഷൽ മക്ലൂഹാന്റെ ആശയം ഇലക്ട്രോണിക് മാധ്യമങ്ങളാൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ലോകത്തെ വിഭാവനം ചെയ്യുകയാണ് ചെയ്തത്. അവിടെ വിവരവും ആശയവിനിമയ സാങ്കേതിക വിദ്യകളും ആളുകളെ കൂടുതൽ അടുപ്പിക്കുമെന്ന് അദ്ദേഹം കരുതി. പുതിയ ഇലക്ട്രോണിക് പരസ്പരാശ്രിതത്വം ഒരു ആഗോള ഗ്രാമത്തിന്റെ പ്രതിച്ഛായയിൽ ലോകത്തെ പുനർനിർമ്മിക്കുന്നു എന്നും മക്ലൂഹാൻ പ്രസ്താവിച്ചു. ഈ ഗ്രാമം ആഗോള പരസ്പര ബന്ധത്തിലേക്കുള്ള മാറ്റത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അവിടെ ഭൂമിശാസ്ത്രപരമായ ദൂരങ്ങൾ ആശയവിനിമയത്തിന് തടസ്സമല്ല. പിന്നെ അത് ആഗോള പൗരത്വം എന്ന ആശയത്തിന് അടിത്തറ പാവുക കൂടി ചെയ്തു. മനുഷ്യത്വവും കൂട്ടുത്തരവാദിത്വവും പങ്കിട്ടു ഇത്തരം സങ്കല്പത്തിലുള്ള ഒരു ലോകത്തു നിന്നും ഡിജിറ്റൽ പൊതുമണ്ഡലത്തിലേക്ക് സമൂഹം മാറുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് തുല്യ പരിഗണന ലഭിക്കാൻ ഇടയാകുന്നുണ്ട്. ആഗോള ഗ്രാമത്തിൽ ടെലിവിഷൻ, റേഡിയോ, പ്രിന്റ് പ്രസ് തുടങ്ങിയ ബഹുജന മാധ്യമ ചാനലുകളിലൂടെ വ്യക്തികളെ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഡിജിറ്റൽ പൊതുമണ്ഡലം എന്താണെന്ന് നമുക്ക് നോക്കണം. ഈ ഡിജിറ്റൽ പൊതുമണ്ഡലത്തിന്റെ ഒരു ആവിർഭാവം പൗരത്വ സങ്കല്പത്തിലെ ഒരു സുപ്രധാനമായ പരിണാമത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇന്റർനെറ്റും അനുബന്ധ സാങ്കേതിക വിദ്യകളും പൊതുമണ്ഡലത്തെ നാഗരിക ഇടപെടലിനുള്ള ഒരു ഇടമാക്കി മാറ്റി എന്ന് ഇൻഫർമേഷൻ ഏജിലെ പ്രമുഖ അതോറിറ്റിയായ മാനുവൽ കാസ്റ്റൽസ് വാദിക്കുന്നുണ്ട്. ഡിജിറ്റൽ യുഗത്തിന്റെ ആവിർഭാവം പൗരത്വ സങ്കല്പത്തെ മാറ്റിമറിക്കുകയും പൊതു ഇടം എന്നൊരാശയത്തെ പുനർനിർമ്മിക്കുകയും ചെയ്തു. ഡിജിറ്റൽ മേഖലയിൽ പൗരത്വം ദേശീയ അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഈ പൊതുമണ്ഡലത്തിൽ വ്യക്തികൾ സംവദിക്കുകയും ആശയവിനിമയം നടത്തുകയും അതുപോലെ തന്നെ വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്ന വെർച്വൽ പരിതസ്ഥിതികളെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെയും ഡിജിറ്റൽ പൊതു ഇടങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഡിജിറ്റൽ പൊതുമണ്ഡലത്തിനും അതിൻ്റെതായ വെല്ലുവിളികളുണ്ട്. എക്കോ ചേംബറുകൾ, ഫിൽറ്റർ ബബിൾസ്, തെറ്റായ വിവരങ്ങളുടെ വ്യാപനം തുടങ്ങിയ വിഷയങ്ങൾ വിവരമുള്ള പൊതു സംവാദത്തിനും ജനാധിപത്യ പങ്കാളിത്തത്തിനും പലപ്പോഴും ഭീഷണിയായിട്ട് മാറാറുണ്ട്. ഇനി ഡിജിറ്റൽ പൊതുമണ്ഡലത്തിലെ പൗരത്വം, അതിന്റെ പ്രധാന സവിശേഷതകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നോക്കാറുണ്ട്. അതില് ഒന്നാമതായിട്ട് വരുന്ന പോയിന്റ് കണക്ടിവിറ്റിയുടെ അഭൂതപൂർവമായ തലങ്ങൾ സുഗമമാക്കി. വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നുമുള്ള വ്യക്തികളെ തത്സമയം ബന്ധിപ്പിക്കാനും സംവദിക്കാനും അത് ജനങ്ങളെ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് പങ്കാളിത്ത സംസ്കാരമാണ്. ഡിജിറ്റൽ പൊതു ഇടം പങ്കാളിത്തത്തിന്റെയും സഹകരണത്തിന്റെയും ഒരു സംസ്കാരം വളർത്തുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തത് ഡിജിറ്റൽ ആക്ടിവിസം എന്താണെന്ന് നോക്കണം. ഡിജിറ്റൽ പൊതു ഇടങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും സാമൂഹിക മാറ്റത്തിന്റെയും പ്രധാന വേദികളായിട്ട് മാറിയിരിക്കുന്നു. താഴെ തട്ടിലുള്ള പ്രസ്ഥാനങ്ങളെ അണിനിരത്തുന്നതിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിലും സാമൂഹിക നീതികളെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഡിജിറ്റൽ സാക്ഷരത എന്താണെന്ന് നോക്കണം. ഈ ഡിജിറ്റൽ പബ്ലിക് സ്പെയറിലെ പൗരത്വത്തിന് വിവരങ്ങൾ വിമർശനാത്മകമായി വിലയിരുത്താനും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സുരക്ഷിതമായും ഉത്തരവാദിത്വത്തോടെ ചെയ്യാനും ഓൺലൈൻ ചർച്ചകളിൽ ധാർമ്മികമായി പങ്കെടുക്കാനുമുള്ള കഴിവുൾപ്പെടെയുള്ള ഡിജിറ്റൽ സാക്ഷരതാ കഴിവുകൾ ആവശ്യമാണ്. ഇനി ഡിജിറ്റൽ അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും. അപ്പൊ അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ ഓരോ പൗരന്മാർക്കും ഉത്തരവാദിത്വങ്ങളുണ്ട്. ഡിജിറ്റൽ പൊതു ഇടങ്ങളിൽ പൗരന്മാർക്ക്
ഭൗതിക ലോകത്തെ പോലെയുള്ള അവകാശങ്ങളും അതോടൊപ്പം തന്നെ ചില ഉത്തരവാദിത്വങ്ങളും ഉണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം, സ്വകാര്യത, വിവരങ്ങളിലേക്കുള്ള പ്രവേശനം, മറ്റുള്ളവരുടെ അവകാശങ്ങളെ മാനിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം, ഓൺലൈൻ ഉപദ്രവവും തെറ്റായ വിവരങ്ങളും ചെറുക്കാനുള്ള ഉത്തരവാദിത്വം എന്നിവയൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇനി ഡിജിറ്റൽ പബ്ലിക് സ്ഫിയർ എന്താണ് നമുക്ക് നോക്കണം. ജനാധിപത്യത്തിന് വേണ്ടിയുള്ള വെല്ലുവിളികൾ എന്ന തന്റെ പ്രബന്ധത്തിൽ ദുർഗൻ ഹേബർമാസ് ഡിജിറ്റൽ യുഗത്തിൽ ഊർജ്ജസ്വലവും ഉൾക്കൊള്ളുന്നതുമായ ഒരു പൊതുമണ്ഡലം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എടുത്തു കാണിക്കുന്നുണ്ട്. ആഗോള ഗ്രാമത്തിൽ നിന്ന് ഡിജിറ്റൽ പൊതുമണ്ഡലത്തിലേക്കുള്ള പരിണാമം 21ാം നൂറ്റാണ്ടിലെ പൗരത്വത്തിന് അഗാധമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രാദേശികവും ആഗോളവുമായ കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള അതിരുകൾ മങ്ങുമ്പോൾ സാമൂഹികവും രാഷ്ട്രീയവും പാരിസ്ഥിതികവുമായ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ഇടപഴകാൻ വ്യക്തികൾക്ക് കൂടുതൽ അവസരങ്ങളാണ് ലഭിക്കുന്നത്. ഈ ഡിജിറ്റൽ മുതലാളിത്തത്തിന്റെ രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കണം. ഡിജിറ്റൽ മുതലാളിത്തത്തിന്റെ രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥ ഡിജിറ്റൽ യുഗത്തിലെ രാഷ്ട്രീയവും സാമ്പത്തിക ശാസ്ത്രവും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ട്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ജോലിയുടെ സ്വഭാവത്തെ ആകെ മാറ്റിമറിക്കുന്നുണ്ട്. ഇത് ഗിഗ് സമ്പദ് വ്യവസ്ഥയ്ക്കും ആനുകാലിക തൊഴിൽ ക്രമീകരണത്തിനും കാരണമായിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോമുകൾ സൗകര്യങ്ങൾ, സംരംഭകത്വ അവസരങ്ങൾ നൽകുമ്പോൾ അവ അപകടാവസ്ഥ, തൊഴിൽ അരക്ഷിതാവസ്ഥ, തൊഴിൽ ചൂഷണം എന്നിവയൊക്കെ സമൂഹത്തിൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി കോർപ്പറേറ്റ് ശക്തിയും കുത്തകകളും. ഡിജിറ്റൽ മുതലാളിത്തം ഗൂഗിൾ, ഫേസ്ബുക്ക്, ആമസോൺ, ആപ്പിൾ തുടങ്ങിയ സാങ്കേതിക ഭീമന്മാരെയൊക്കെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പൊ വലിയ തോതിൽ സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനമൊക്കെ ചെലുത്തുന്നുണ്ട്. ഇനി നിയന്ത്രണവും ഭരണവും. സാങ്കേതിക നവീകരണത്തിന്റെ ദ്രുതഗതിയിലുള്ള ഗതിവേഗ നിയന്ത്രണ ചട്ടക്കൂടുകളെയും ഭരണ സംവിധാനങ്ങളെയൊക്കെ മറികടന്നു. ഇത് നയരൂപകർത്താക്കൾക്കും റെഗുലേറ്റർമാർക്കും ഒക്കെ ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ആഗോളവൽക്കരണവും ഡിജിറ്റലൈസേഷനും വിതരണ ശൃംഖലകൾ, തൊഴിൽ വിപണികൾ, സാമ്പത്തിക ബന്ധങ്ങൾ എന്നിവ പുനഃക്രമീകരിച്ചു. ഇത് രാജ്യങ്ങളെയും പ്രദേശങ്ങളെയും അവസരങ്ങളിലേക്കും വെല്ലുവിളികളിലേക്കൊക്കെ നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പാഠഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.